ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ഭൂമിക്കായി കൈകോർക്കാം, നാളെയുടെ നിലനിൽപ്പിനായി. കാറ്റിലുലയുന്ന പച്ചപ്പും ഒഴുകുന്ന അരുവികളും നമുക്ക് ശ്വസിക്കാൻ ജീവവായുവും നൽകുന്ന ഈ ഭൂമി നമ്മുടേത് മാത്രമാണോ? അല്ല. വരും തലമുറകൾക്ക് നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട ഒരു വലിയ നിധിയാണത്. നാളെ നാം ഒരു പരിസ്ഥിതി ദിനം കൂടി ആഘോഷിക്കുമ്പോൾ വെറും ഒരു ഔദ്യോഗിക ചടങ്ങിനപ്പുറം പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ചും ഗൗരവമായി ചിന്തിക്കേണ്ട നിമിഷമാണിത്. മനുഷ്യൻ പ്രകൃതിയുടെ യജമാനനല്ല, മറിച്ച് അതിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ഓരോ പരിസ്ഥിതി ദിനവും കടന്നുവരുന്നത്. ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം ഭൂമിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാം, നമ്മുടെ കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള അടിയന്തര നടപടികൾക്കും പ്രകൃതിദത്തമായ പരിഹാരങ്ങൾക്കുമാണ് ഈ വർഷം മുൻഗണന നൽകുന്നത്. പ്രകൃതിയെ കേവലം ഒരു വിഭവമായി മാത്രം കാണാതെ പ്രപഞ്ചത്തിലെ ജീവന്റെ ഉറവിടമായി കാണുക. ജലാശയങ്ങളെ സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകളും കാർബണാകിരണം ചെയ്യുന്ന വനങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ആഗോളതലത്തിൽ അന്തരീക്ഷ താപനില അതിവേഗമുയരുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം തടയാൻ ഉടനടി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് വ്യക്തമാക്കുന്നു. വരും തലമുറകൾക്കായി ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. 1974 ജൂൺ 5 മുതലാണ് പരിസ്ഥിതി ദിനാചരണം ആരംഭിച്ചത്. ഇന്ന് നമുക്ക് ചുറ്റും പാടശേഖരങ്ങളും വയലുകളും നികത്തി കോൺക്രീറ്റ് വനങ്ങൾ നിറയ്ക്കുന്നു. കടുത്ത വേനലും മാറിമറിയുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും വറ്റിവരളുന്ന ജലാശയങ്ങളും ഇന്ന് നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്നത് വെറുമൊരു ദിനാചരണത്തിനപ്പുറം നമ്മുടെ നിലനിൽപ്പിന്റെ പോരാട്ടമായി മാറിയിരിക്കുന്നു. തണൽ ട്രസ്റ്റ് എന്ന പരിസ്ഥിതി സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയകുമാർ സി. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആരംഭം 1973 എടുത്ത ഒരു തീരുമാനത്തിന്റെ തുടർച്ചയായിട്ടാണ്. കാരണം 1972 ലോകത്തിൽ ആദ്യമായിട്ട് പരിസ്ഥിതിയും വികസനവും എന്ന വിഷയത്തെക്കുറിച്ച് ഐക്യരാഷ്ട്ര സഭ സ്റ്റോക്ക്ഹോമിൽ ഒരു ഉച്ചകോടി വിളിച്ചു ചേർക്കുകയും ആ ഉച്ചകോടിയിലാണ് ലോക പരിസ്ഥിതി പരിപാടി എന്ന യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെന്റ് പ്രോഗ്രാം ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത്. അത് ജൂൺ 5 1974 ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം തൊട്ട് 2026 നമ്മൾ എത്തി നിൽക്കുന്ന പരിസ്ഥിതി ദിന ആചരണമുള്ളത്. ഈ വർഷ പരിസ്ഥിതി ദിന ആചരണത്തിന്റെ പ്രധാന ഫോക്കസ് ഉള്ളത് കാലാവസ്ഥാ വ്യതിയാനത്തിന് അതിജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ 2015 പാരീസ് ഉച്ചകോടി ഒപ്പിട്ടപ്പോൾ ആഗോള സമൂഹത്തിന്റെ മുന്നിലുണ്ടായിരുന്ന സാധ്യത വരുന്ന 100 വർഷങ്ങളിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തോത് 1.5 ഡിഗ്രിയിലേക്ക് നമ്മൾ നിർത്തുകയും അതിനനുസരിച്ചുള്ള ഉൽപാദനത്തിലും ഉപഭോഗത്തിലും മറ്റെല്ലാ മേഖലകളിലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും ഈ ഒരു 1.5 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കാനുമാണ് 2015 തീരുമാനിച്ചത്. കേരളത്തിന്റെ ഒരു സവിശേഷ സാഹചര്യമുള്ളത്, കേരളവും ഒരുപക്ഷെ നമ്മുടെ പ്രദേശങ്ങളൊന്നും തന്നെ ഈ ആഗോള താപനത്തിന് കാരണമായ ഫോസിൽ ഫ്യൂൽ ഉപയോഗത്തിലോ അല്ലെങ്കിൽ വളരെ വിസ്തൃതമായ വനഭൂമികൾ കത്തിച്ചോ കണ്ടൽക്കാടുകളെ പൂർണ്ണമായും നശിപ്പിച്ചിട്ട് കൂടുതൽ എമിഷൻസ് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്ത മേഖലകളല്ല. നിർഭാഗ്യവാന്മാരായി ഇതിൽ വലിച്ചെറിയപ്പെട്ട ലോകത്തിലെ മറ്റു പല സമൂഹങ്ങളെ പോലെ ഒരു സമൂഹമാണ് കേരള സമൂഹവും. പക്ഷെ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഈ വർഷത്തിൽ 2026 ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത് നമ്മുടെ മൺസൂൺ എപ്പോൾ വരുന്നുള്ളതിനെ കുറിച്ച് പോലും നമുക്ക് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ആഗോള കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരൊറ്റ ചരടിനാൽ പരസ്പരം ബന്ധിക്കപ്പെട്ട സാധനങ്ങളാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ചരട് വലിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരും. നമ്മൾ മോഡൽ അനുസരിച്ച് കാലാവസ്ഥ മേഘങ്ങളുടെ യാത്രയൊക്കെ വരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആൻഡമാനിന്റെ അടുത്ത് അത് തട്ടി നിൽക്കുകയാണ്, ഇങ്ങോട്ട് മുകളിലോട്ട് വരുന്നില്ല. അപ്പൊ അത്തരത്തില് പല പ്രതിസന്ധികളാണ് നമ്മൾ 2026 നമ്മുടെ മുന്നിലുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു 2026 കുറച്ച് വരൾച്ചയുടെ ഒരു കാലം അല്ലെങ്കിൽ ചൂട് കൂടിയ ഒരു വർഷമായിരുന്നു ഇതുവരെയായിട്ട്. ഇനി മൺസൂൺ കുറയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക മേഖലയ്ക്കും കുടിവെള്ളം, മറ്റു തൊഴിൽ മേഖലകളിലെ വനത്തിന്റെ സംരക്ഷണത്തിലും പുഴയുടെ സംരക്ഷണത്തിലും. കാരണം പുഴയിൽ എന്നും നീതമായ ഒരു എൻവയൺമെന്റ് ഫ്ലോ ഉണ്ടാവണം. അത് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് കേരളത്തിലൊരു എൻവയൺമെന്റ് ഫ്ലോ പുഴകളിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
അപ്പൊ അത്തരത്തിൽ നമ്മൾ ഒരു വളരെ കാലാവസ്ഥയുടെ പ്രതിസന്ധികളിൽ നിൽക്കുമ്പോഴാണ് ഈ പരിസ്ഥിതി ദിനം നമ്മൾ മുന്നോട്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന് അതിജീവിക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും അത് ആഗോളതലത്തിൽ നമ്മളെ എല്ലാ രാജ്യങ്ങളും വ്യക്തികളും മനുഷ്യരും ഒരുമിച്ചുകൊണ്ട് പ്രകൃതിയുമായിട്ട് സമരസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മാതൃകകളെക്കുറിച്ചും മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളെക്കുറിച്ചുമാണ് ഈ 2026 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കേരളത്തിൽ ഈ പുതിയ ഗവൺമെന്റിന്റെ മുന്നിൽ നമുക്ക് ഈ 2026 പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് വെക്കാനുള്ളത് എങ്ങനെയാണ് വരുന്ന 5 വർഷം കൊണ്ട് കേരളത്തിന്റെ കാലാവസ്ഥ ആഘാതങ്ങളെ ലഘൂകരിക്കാനും മാറുന്ന കാലാവസ്ഥയുടെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിന് എങ്ങനെയാണ് അതുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ള ഒരു വലിയ മാറ്റത്തിന്റെ ശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു പാരിസ്ഥിതിക അവബോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ആക്ഷൻ പ്ലാനിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. ആ ആക്ഷൻ പ്ലാനിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സമഗ്രമായ കേരളത്തിന്റെ 5 വർഷത്തെ എങ്ങനെയാണ് നമ്മൾ കാലാവസ്ഥ മാറ്റങ്ങളെ അതിജീവിക്കുന്ന ഒരു അതിജീവന കേരളം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട് ഈ ആഗോളതലത്തിൽ, അതുപോലെ കേരളത്തിന്റെ 2026 2031 ഒരു മാറ്റത്തിന്റെ ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടാക്കാനായിരിക്കണം ഒരു പക്ഷേ ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യവസായങ്ങളും അഭൂതപൂർവമായ വളർച്ച കൈവരിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ പുരോഗതിയുടെ മറുവശം പരിശോധിച്ചാൽ നാം നൽകേണ്ടി വന്ന വില വളരെ വലുതാണെന്ന് കാണാം. വായുവും മണ്ണും ജലവും മലിനമാക്കിക്കൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടാണ് മനുഷ്യൻ തന്റെ അധിനിവേശം നടത്തിയത്. ഓരോ വർഷവും കടന്നുവരുന്ന ലോക പരിസ്ഥിതി ദിനം വെറും ഒരു കലണ്ടർ തീയതിയോ മരം നടിയിൽ ചടങ്ങോ മാത്രമല്ല, മറിച്ച് ഭൂമിയുടെ നിലവിളി തിരിച്ചറിയാനും മനുഷ്യന്റെ അതിജീവനത്തിനായി പുനർചിന്തനം നടത്താനുമുള്ള അന്ത്യശാസനമാണ്. വ്യാവസായിക പുരോഗതിയുടെയും ആധുനികവൽക്കരണത്തിന്റെയും പേരിൽ നമ്മൾ പ്രകൃതിക്കുമേൽ ഏൽപ്പിച്ച ആഘാതങ്ങൾ ചെറുതല്ല. ആഗോളതാപനം മൂലം ഭൂമിയുടെ താപനില ക്രമാതീതമായി ഉയരുകയാണ്. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗം നമ്മുടെ മണ്ണിനെയും ജലാശയങ്ങളെയും കടലുകളെയും വരെ ശ്വാസം മുട്ടിക്കുന്നു. കാടുകൾ വെട്ടിത്തെളിക്കുന്നതിലൂടെ അനേകം ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് ഇല്ലാതാകുന്നത്. ഇതിന്റെ എല്ലാം അനന്തരഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അപ്രതീക്ഷിത പ്രകൃതി ദുരന്തങ്ങളും കടുത്ത ഉഷ്ണതരംഗങ്ങളും. സംസ്ഥാന വനം വകുപ്പ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശിവപ്രസാദ് ആർ. മനുഷ്യന്റെ നിലനിൽപ്പും വികസനവും പരിസ്ഥിതിയുടെ ആരോഗ്യത്തോടും സമുദ്രിതാവസ്ഥയോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശുദ്ധമായ വായുവും വെള്ളവും സമൃദ്ധമായ വനങ്ങളും ജൈവ വൈവിധ്യവും നമുക്ക് ലഭിക്കുന്നത് പ്രകൃതിയുടെ അമൂല്യമായ അനുഗ്രഹങ്ങളാണ്. എന്നാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, ജലസ്രോതസ്സുകളുടെ ക്ഷയം തുടങ്ങിയ വെല്ലുവിളികൾ ലോകമെമ്പാടും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം പ്രകൃതി സമ്പന്നമായ ഒരു സംസ്ഥാനമാണ്. നമ്മുടെ വനങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, വന്യജീവികൾ എന്നിവ സംരക്ഷിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൗരന്റെയും കടമ കൂടിയാണ്. ഒരു മരം നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നീ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനം ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ്. വികസനവും പരിസ്ഥിതി സംരക്ഷണവും കൈകോർത്ത് മുന്നേറുന്ന ഒരു ഭാവിയാണ് നമുക്ക് നിർമ്മിക്കേണ്ടത്. അതിനായി സർക്കാർ, സ്ഥാപനങ്ങൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. പരിസ്ഥിതി സംരക്ഷണം ഒരു ദിവസത്തെ പരിപാടിയല്ല, അത് ഒരു ജീവിത ശൈലിയാണ്. നമ്മുടെ കുട്ടികൾക്കും വരും തലമുറകൾക്കും സുരക്ഷിതവും ഹരിതാപവുമായ ഒരു ഭൂമി കൈമാറേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇന്ന് പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ ഏതെങ്കിലും ഒരു രാജ്യത്തോ പ്രദേശത്തോ ഒതുങ്ങി നിൽക്കുന്നതല്ല. അവ ആഗോളതലത്തിൽ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നവയാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗം മൂലം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് ഉൾപ്പെടെയുള്ള ഹരിതഗ്രഹ വാതകങ്ങൾ ഭൂമിയുടെ താപനില ക്രമാതീതമായി ഉയർത്തുന്നു. ഇതിന്റെ ഫലമായി ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകുകയും സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, കടുത്ത വരൾച്ച,
മുൻപില്ലാത്ത വിധം ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റുകൾ എന്നിവയെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങളാണ്. ആധുനിക മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയ പ്ലാസ്റ്റിക് ഇന്ന് ഭൂമിയുടെ ഏറ്റവും വലിയ ശാപമാണ്. നൂറ്റാണ്ടുകളോളം മണ്ണിൽ ലയിക്കാതെ കിടക്കുന്ന പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുന്നു. അതിലും ഭയാനകമാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ. നമ്മുടെ കുടിവെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും ഇവ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. സമുദ്രജീവികൾ പ്ലാസ്റ്റിക് കഴിച്ച് ചത്തൊടുങ്ങുന്ന കാഴ്ചകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എത്രത്തോളം തകർന്നു എന്നതിന് തെളിവാണ്. കൃഷിക്കും വ്യവസായങ്ങൾക്കും പാർപ്പിടങ്ങൾക്കുമായി കോടിക്കണക്കിന് ഹെക്ടർ വനങ്ങളാണ് ഓരോ വർഷവും വെട്ടിത്തെളിക്കുന്നത്. ഭൂമിയുടെ ശ്വാസകോശങ്ങളായ വനങ്ങൾ ഇല്ലാതാകുമ്പോൾ വന്യജീവികൾക്ക് അവയുടെ വാസസ്ഥലം നഷ്ടപ്പെടുന്നു. ഇത് മനുഷ്യ-മൃഗ സംഘർഷങ്ങളിലേക്ക് വഴിമാറുന്നു. ലക്ഷക്കണക്കിന് സസ്യജന്തുജാലങ്ങളാണ് ഇതിനകം ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചു പോയത്. വികസനം പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നത് പ്രായോഗികമല്ല. എന്നാൽ പ്രകൃതിയെ തകർത്തുകൊണ്ടുള്ള വികസന രീതികൾക്ക് മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെയാണ് സുസ്ഥിര വികസനം എന്ന ആശയം പ്രസക്തമാകുന്നത്. ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന മാതൃകകൾ നാം സ്വീകരിക്കണം. സംസ്ഥാന വനം വകുപ്പ് കോട്ടയം വൈൽഡ് ലൈഫ് സർക്കിൾ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളെ. പരിസ്ഥിതി ദിനാചരണത്തിൽ ഇന്ത്യയും കേരളവും എക്കാലവും ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. വൃക്ഷത്തൈ നടീൽ, കളനിർമ്മാർജ്ജനം, പാരിസ്ഥിതിക പുനരുജ്ജീവനം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, പൊതുജനാവബോധ ക്ലാസുകൾ, സെമിനാറുകൾ എന്നിങ്ങനെ ഒട്ടനവധി പരിപാടികൾ കേരളത്തിൽ വനം വകുപ്പ്, പരിസ്ഥിതി വകുപ്പ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാരേതര സംഘടനകൾ തുടങ്ങി പല ഏജൻസികളും പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കാറുണ്ട്. വനം വകുപ്പ് ഇത്തവണ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വനമേഖലകളോട് ചേർന്നുള്ള തദ്ദേശ ജനവിഭാഗങ്ങൾ, വിദ്യാലയങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടും. വനംവകുപ്പിന്റെ സാമൂഹിക വനവൽക്കരണ വിഭാഗം, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, കടുവാ സങ്കേതങ്ങൾ, മറ്റു ഫോറസ്റ്റ് ഡിവിഷനുകൾ തുടങ്ങിയ ഘടകങ്ങളൊക്കെ വിശദമായി ആസൂത്രണം ചെയ്ത് പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ഇത്തരം പരിപാടികൾ ഇത്തവണ സംഘടിപ്പിക്കുന്നുണ്ട്. ഭൂമിയുടെ ഒന്നാകെയും നമ്മുടെ ചുറ്റുപാടുകളുടെയും ആരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ ഭൂമിയിലെ നിലനിൽപ്പിനെക്കുറിച്ചും ചിന്തിക്കാനും ക്രിയാത്മകമായി ഇടപെടാനും പരിസ്ഥിതി ദിനത്തിന്റെ അന്തഃസത്ത ഉൾക്കൊണ്ട് നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. പ്രതീകാത്മകമായുള്ള തൈനടിയിലിനപ്പുറം വ്യക്തികൾ സ്വന്തം ദിനചര്യകളും ജീവിതശൈലിയും ഭൂമിയുടെ മാറുന്ന കാലാവസ്ഥയ്ക്കും ചുരുങ്ങുന്ന വിഭവ സ്രോതസ്സുകൾക്കും അനുസൃതമായി പരുവപ്പെടുത്തേണ്ടതിന്റെ പ്രസക്തി ഇത്തവണ തിരിച്ചറിയേണ്ടതുമുണ്ട്. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഭരണകൂടങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ വ്യക്തിക്കും ഇതിൽ വലിയ പങ്കുവഹിക്കാനുണ്ട്. നമ്മുടെ വീട്ടുപറമ്പിൽ സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും അവയെ സംരക്ഷിക്കുകയും വേണം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കി തുണിസഞ്ചികളും പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളും ശീലമാക്കുക. മഴവെള്ള സംഭരണവും ജലാശയങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കുക. ജലം അമൂല്യമാണ്. അത് പാഴാക്കാതിരിക്കുക. അനാവശ്യമായി ലൈറ്റുകളും ഫാനുകളും ഇട്ടുവെക്കാതിരിക്കുക. പൊതുഗതാഗത സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. പരിസ്ഥിതി സംരക്ഷണം എന്നത് ഗവൺമെന്റുകളോ വലിയ സംഘടനകളോ മാത്രം ചെയ്യേണ്ട ഒന്നല്ല. ഓരോ വ്യക്തിയുടെയും ചെറിയ മാറ്റങ്ങൾ വലിയ വിപ്ലവങ്ങൾക്ക് കാരണമാകും. ഇനിയൊരു മൺസൂൺ കാലം വരുമ്പോൾ, ഇനിയൊരു പരിസ്ഥിതി ദിനം കടന്നു വരുമ്പോൾ വെറും ഒരു ചടങ്ങിൽ ഒതുക്കാതെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനോടും കുടിക്കുന്ന വെള്ളത്തോടും കാണിക്കുന്ന നീതിയായിരിക്കണം നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനം. വരും തലമുറയ്ക്ക് ജീവിക്കാൻ യോഗ്യമായ പച്ചപ്പും ശുദ്ധവായുവുമുള്ള ഒരു ഭൂമിയെ കാത്തുസൂക്ഷിക്കുമെന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യാം. ഭൂമി നമുക്ക് തന്നത് വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.